RSS നേതാക്കളെ കണ്ട ADGP MR അജിത് കുമാറിനെ ഒരു CPM നേതാവും അനുകൂലിച്ചിട്ടില്ല ഇതുവരെ. മുഖ്യമന്ത്രി പോലും മൗനം തുടരുമ്പോൾ സ്പീക്കർ AN ഷംസീർ ADGPയെ പിന്തുണച്ച് രംഗത്തെത്തി. അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന്, അപാകതയില്ലെന്ന് AN ഷംസീർ പറയുന്നു. RSS രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും AN ഷംസീർ. വ്യക്തികൾ ഇപ്പോൾ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു RSS നേതാവിനെ കാണുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അതിനകത്തൊന്നും വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകതയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. അഭ്യൂഹങ്ങൾ വെച്ച് പ്രതികരിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ അത്തരം ഒരു സംവിധാനത്തിന് സംസ്ഥാന സർക്കാർ മുഴുവൻ ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് MLA മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഈ ഊഹാപോഹങ്ങൾ കേട്ട് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. CPM സെക്രട്ടറി പറയാൻ പോലും മടിച്ചത് പറഞ്ഞ സ്പീക്കർ സൂപ്പർ സെക്രട്ടറി ആയെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ വിമർശനം. സ്പീക്കറുടേത് CPMന്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന് വ്യക്തമാക്കണമെന്ന് PMA സലാം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPMഉം തമ്മിലുണ്ടായ അന്തർധാരക്ക് ചുക്കാൻ പിടിച്ചത് ഞാനാണ് എന്ന് ശ്രീ M ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ സ്പീക്കർ അദ്ദേഹം ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പാർട്ടി സെക്രട്ടറി പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ് ഇന്ന് പറഞ്ഞത്. അദ്ദേഹം സൂപ്പർ സെക്രട്ടറിയായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ വിലസാണ് സ്പീക്കർ. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമാണോ? ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. കൂടിക്കാഴ്ചയിൽ അപാകതയില്ലേ എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കി, മുസ്ലിം ലീഗ് പ്രതിനിധി PK നവാസ്, അഡ്വക്കേറ്റ് PA പ്രജി ഇടത് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് BJP പ്രതിനിധി എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് PA പ്രജിയിലേക്ക്. അഡ്വക്കേറ്റ് PA പ്രജി, ഇന്ന് സ്പീക്കർ പറഞ്ഞത് RSS ഇന്ത്യ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ഇതിൽ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP ഒരു സന്ദർശനം ഈ RSSന്റെ നേതാവുമായി കണ്ടതിൽ അപാകതയില്ല, ഗൗരവമേറിയ വിഷയമേ അല്ല എന്നാണ്. ഇതാണോ ഇടത് നിലപാട്? അഡ്വക്കേറ്റ് PA പ്രജി. RSS എന്ന് പറയുന്ന സംഘടന ഭാരതത്തിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല. ഇപ്പോഴും അത് നിയമപരമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ്. അതേസമയം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതോടൊപ്പം അതിന് നേതൃത്വം കൊടുക്കുന്ന CPMനും അതിന്റെ മതനിരപേക്ഷ നിലപാടുകളോട് വിയോജിക്കുന്ന സംഘടനയുമാണ് RSS. MR അജിത് കുമാർ എന്ന് പറയുന്നയാൾ CPMന്റെ ഒരു കേഡറല്ല, CPMന്റെ പാർട്ടി പ്രവർത്തകനല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലയളവിൽ ഉള്ള ഒരു ADGP മാത്രമാണ് MR അജിത് കുമാർ. അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, വ്യക്തിപരമായ നിലപാടുകൾ ഉണ്ടാകാം. അദ്ദേഹം IPS പരീക്ഷ പാസ്സായി കേരളത്തിലെ ADGP ആയി, UDFന്റെ ഭരണകാലത്ത് മധ്യമേഖല IG ആയിരുന്നു. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുകൾക്ക്, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് RSSന്റെ എന്നല്ല, നിരോധിക്കപ്പെടാത്ത ഏത് സംഘടനയുടെ പ്രതിനിധികളെ കാണുന്നതിലും തെറ്റില്ല. പക്ഷേ അദ്ദേഹം ആ കണ്ട കൂടിക്കാഴ്ചയിൽ വേറെ ഏതെങ്കിലും ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായ ഒരു അജണ്ട അതിന്റെ പിറകിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കപ്പെടണം എന്ന് തന്നെയാണ് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള നമ്മുടെ സംസ്ഥാനത്ത് എവിടെയും ഒരു പോലീസിനൊരു കേസെടുക്കാനും പോലീസിന്റെ കേസുമായി ബന്ധപ്പെട്ട നേരിട്ട് ഇൻഫർമേഷൻ സ്വീകരിക്കാനും കഴിയുന്ന, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശക്തരായ പോലീസ് ഉദ്യോഗസ്ഥൻ RSS ക്യാമ്പിലെത്തി RSSന്റെ ജനറൽ സെക്രട്ടറിയെ കണ്ടതിൽ ഇടതു സർക്കാരിന് ഒന്നും പ്രത്യേകിച്ചു പറയാനില്ല. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യമായ അവകാശമാണ്. അങ്ങനല്ല അരുണേ, അതിനെ നമ്മൾ അങ്ങനെ വളച്ചൊടിക്കണ്ട. RSS ക്യാമ്പിലെത്തി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായി RSSന്റെ ഒരു നേതാവിനെ കണ്ടു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യത്തിനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കാണുന്നത് വ്യക്തിപരം, RSSന്റെ ജനറൽ സെക്രട്ടറിയെ കാണുന്നത് എങ്ങനെയാ വ്യക്തിപരമാവുക?
അല്ല, അത് അദ്ദേഹമാണ് അതിന് മറുപടി പറയേണ്ടത്. അല്ലെങ്കിൽ എന്താ, അതേ സംബന്ധിച്ച് ആരോപണം വന്നു, ആ ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷിക്കാനായി ഒരു അന്വേഷണ സംഘത്തെ വെച്ചു. ആ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സന്ദർശനം വ്യക്തിപരമല്ല, ഒരു രാഷ്ട്രീയമായ അജണ്ടയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇല്ലീഗലായ ഇല്ലിസിറ്റായ കുൽസിതമായ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് എന്ന അന്വേഷണ സംഘത്തിന് വെളിവാകുന്ന സമയത്ത് തീർച്ചയായും നടപടി ഉണ്ടാകണം. അത് ഒരിക്കലും നടത്തിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ഈ ADGPയുടെ RSS സന്ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ തെരുവിൽ സമരം ചെയ്ത് മർദ്ദനം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് പ്രതിനിധിയാണ് അദ്ദേഹം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പോലും ഈ ADGP നേതൃത്വം നൽകുന്ന പോലീസിന്റെ ലാത്തിയുടെ അടി ഏറ്റുവാങ്ങിയാണ് ഈ ചർച്ചയിലും പങ്കെടുക്കാനിരിക്കുന്നത്. അബിൻ വർക്കി, ഇന്നിപ്പോ RSS നേതാവിനെ ADGP കണ്ടതിനെ ലഘൂകരിച്ചിരിക്കുകയാണ് സ്പീക്കർ. അതിൽ അപാകതയില്ല, ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്, അതിലൊരു ഉദ്യോഗസ്ഥൻ പോയി കാണുന്നതിൽ പാർട്ടിക്ക് എന്താണ് കാര്യമെന്ന ഇന്നലെക്ക് മുമ്പ് CPM-നുണ്ടായിരുന്ന നിലപാടാണ് ഇന്ന് സ്പീക്കർ ആവർത്തിക്കുന്നത്. നിങ്ങൾ അടികൊണ്ടതൊക്കെ വെറുതെയായോ? അഭ്യൂഹങ്ങൾ പുറത്തുള്ള അടികൊള്ളലായിരുന്നു അബിൻ വർക്കി. സ്പീക്കറുടെ ഭാഷയിൽ എല്ലാം അഭ്യൂഹങ്ങളാണ്. അത് തന്നെയാണ് ശ്രീ അരുൺ. അതായത് ഈ RSSന്റെ വിനീതദാസനായ വിജയൻ ഇനിയിപ്പോ എപ്പോഴാണ് ഇനി കാക്കി നിക്കറും വെള്ള ഷർട്ടും ഇടുന്നതെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. ഈ ദാസനും വിജയനും എല്ലാവരും കൂടെ ചേർന്ന് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ RSSന്റെ നാഗ്പൂർ കാര്യാലയത്തിൽ കൊണ്ട് കെട്ടിയതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നാണവും മാനവും ഉളുപ്പും പറഞ്ഞ പ്രത്യയശാസ്ത്രത്തോടെ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ അരുണേ? അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലങ്ങൾ എത്രയായി ഇവിടെ RSSനെതിരെ ഈ ഘോരം പ്രസംഗിച്ചു തുടങ്ങിയിട്ട്. RSS ആയി കണ്ടാൽ പ്രശ്നം, RSSകാരായി മിണ്ടിയാൽ പ്രശ്നം, RSSന്റെ പരിപാടിയുടെ അയൽവക്കത്തേക്കിടെ ആരെങ്കിലും പോയാൽ പ്രശ്നം. ഇന്നിപ്പോ ADGP എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓർഡർ എടുക്കുന്ന P ശശിയുടെ ഏറ്റവും അടുപ്പക്കാരൻ. മുഖ്യമന്ത്രിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇരിക്കുന്ന ഭരണകക്ഷി MLAയുടെ വാദത്തിന് അദ്ദേഹത്തിന്റെ വാദം ശരിവെക്കുകയാണെങ്കിൽ അവരുടെ നെക്സസിൽ പങ്കെടുക്കുന്ന ഒരാളായ ലോ ആൻഡ് ഓർഡർ ADGP, ആ ലോ ആൻഡ് ഓർഡർ ADGP RSSന്റെ മേധാവിയെ മാത്രമല്ല കണ്ടത്, റാം മാധവ് എന്ന് പറയുന്ന RSS BJPക്ക് വേണ്ടി സംഭാവന ചെയ്ത ദേശീയ ജനറൽ സെക്രട്ടറിയെ കൂടി കണ്ട്. അതായത് റാം മാധവന്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് ഡോക്ടർ അരുണും ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. റാം മാധവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ BJPക്ക് വേണ്ടി RSS കൊടുത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ്. അതും മാത്രമല്ല അദ്ദേഹമാണ് കീ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻസ് പോലും എടുക്കുന്നത്. ആ ഹൊസബല്ല ദത്താത്രേയെയും റാം മാധവനെയും കണ്ട് 1.5 മണിക്കൂർ ചർച്ച നടത്തിയ ലോ ആൻഡ് ഓർഡർ കേരളത്തിലെ ADGP മുഖ്യമന്ത്രിയുടെയും P ശശിയുടെ അടുപ്പക്കാരൻ കണ്ടിട്ട് ഒരു പ്രശ്നവുമില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സംഘടനയുടെ നേതാവിനെയാണ് കാണുന്നതെന്ന് പറയുന്ന ഇടതുപക്ഷക്കാരന്റെ ഉളുപ്പ്, ആ ഉളുപ്പില്ലായ്മയാണ് നമ്മളിപ്പോൾ ചോദ്യം ചെയ്യേണ്ടത്. ഇവർ ഈ നാട്ടിലെ മതേതരത്വത്തെ പണയം വെച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ കുടുംബത്ത്, അതായത് മകൾ നടത്തുന്ന അഴിമതിക്കും ആ ഓഫീസ് നടത്തിയ അഴിമതിക്കും വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ RSSന്റെ കാര്യാലയത്തിൽ കൊണ്ട് കെട്ടിവെച്ച ഇതുപോലുള്ള ആളുകളോട് നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് പറയാൻ പറ്റും അരുണെ? അരുൺ അടക്കമുള്ളവർ ഇടതുപക്ഷ ചിന്താഗതിക്കാരുണ്ട്. ഈ കേരളത്തിൽ എത്രയോ ഇടതുപക്ഷ ചിന്താഗതിക്കാരുണ്ട്. അല്ല, അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ ആദ്യം ചോദിക്കേണ്ടത് കോൺഗ്രസിന്റെ ചോറുണ്ട് വളർന്ന, കോൺഗ്രസിന്റെ രക്തം ശരീരത്തിലൂടെ ഓടിയിരുന്ന AK ആന്റണിയുടെ മകന്റെ നിക്കറിന്റെ നിറം ഏതാണെന്ന് ആദ്യം പരിശോധിക്കണം. K കരുണാകരന്റെ മകളുടെ സാരിയുടെ നിറം ഏതാണെന്ന് ആദ്യം പരിശോധിക്കണം. MR അജിത് കുമാർ CPM-ന്റെ കേഡറല്ല, CPM-ന്റെ പാർട്ടി മെമ്പർ അല്ല. IPS കിട്ടി, പ്രമോഷൻ കിട്ടി, ADGP ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി അദ്ദേഹം RSSനെ നേതാവിനെ കാണുന്നു, BJPയുടെ നേതാവിനെ കാണുന്നു. UDFന്റെ ഭരണകാലത്തെ DJP ശേഷം നേരെ അദ്ദേഹത്തിന്റെ നിക്കറിന്റെ നിറവും ഒന്ന് ആലോചിച്ച് നോക്കേ. അനിൽ ആന്റണിയുടെ നിക്കറിന്റെ നിറം പറയാൻ ഉളുപ്പില്ലാത്ത, അല്ലെങ്കിൽ പത്മജയുടെ സാരിയുടെ നിറം പറയാൻ ഉളുപ്പില്ലാത്ത കോൺഗ്രസ്സുകാരൻ ഇവിടെ വന്നിരുന്നു കൊണ്ട് ADGP മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്, P ശശിയുടെ ഏറ്റവും അടുത്ത ആളാണ്. ഈ തരത്തിലുള്ള പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ പറഞ്ഞതാണ്. ഏതെങ്കിലും ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം 16 മാസം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയെ കുറിച്ചിപ്പോൾ
പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടത്തിൽ ആ പാർട്ടി എത്തിയിട്ടില്ല. അവർ തുറന്നു പറഞ്ഞു, ഞങ്ങൾ BJP-യിലേക്ക് പോയി. അത് അനിൽ ആന്റണി പറഞ്ഞു, ഞാൻ മോദിയെ കണ്ടുപോയി. പത്മജ പറഞ്ഞു, ഞാൻ മോദിയുടെ ലീഡർഷിപ്പ് കണ്ടുപോയി. ഇവിടെ മടുത്തു. അതാ അവരെടുത്ത നിലപാടാണ്. പക്ഷെ നോക്കൂ, ഒരു സൂപ്പർ DGP-ക്കുള്ള എല്ലാ അധികാരങ്ങളും കൊടുത്ത് ഇപ്പോഴും എല്ലാ ആരോപണത്തിന്റെ മുനയിലും ADGP ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിലനിർത്തുന്ന മുഖ്യമന്ത്രിക്ക് ഈ ADGP വിശ്വസ്തനാണെങ്കിൽ ആ വിശ്വസ്തൻ RSSന്റെ ജനറൽ സെക്രട്ടറിയെ കണ്ടതിൽ ഒരു കുഴപ്പവുമില്ല എന്നാണോ താങ്കൾ പറയുന്നത് പ്രജി? അങ്ങനല്ല അരുണേ, ഇതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ. സൂപ്പർ DGP, സൂപ്പർ പോലീസ് ഉദ്യോഗസ്ഥൻ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് കിട്ടേണ്ട സർവീസ് നടപടിക്രമം അനുസരിച്ചുള്ള ഒരു പോസ്റ്റിംഗ് കിട്ടുന്നു. ആ പോസ്റ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ കണ്ടുകൂടെ? ഇതെന്താ ഈദി അമീന്റെ നാടാണോ ഇത്? അങ്ങനെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ RSSകാരനെ ഇടതുപക്ഷ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല RSSന്റെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവകാശം കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും. ഏത് നിയമത്തിലേക്ക് വരുമ്പോൾ ഒരിക്കൽ കൂടി അബിൻ, ശരി, എനിക്ക് ഒരൊറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾ അൻവറിനെയാണോ വിശ്വസിക്കുന്നത്, RSSനെയാണോ വിശ്വസിക്കുന്നത്? ശ്രീ പ്രിജി ഒന്ന് മറുപടി പറഞ്ഞാൽ മതി. PV അൻവർ എന്ന് പറഞ്ഞ ഇടതുപക്ഷ MLA ആണോ വിശ്വസിക്കുന്നത്, RSSനെയാണോ വിശ്വസിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണ കൊടുത്ത് വിജയിപ്പിച്ച ഒരു MLA ആണ് അൻവർ. അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ വസ്തുതകൾ പരിശോധിക്കണ്ടേ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർവീസ് റൂളുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം നേരെ ഇതിന് കോടതിയിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ഒരു ആരോപണത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണ കൊടുത്ത ഒരു സ്വതന്ത്ര MLAയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ രായ്ക്ക് രാമാനം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നടപടിയെടുക്കുന്നു. എന്തായിരിക്കും കോടതി തീരുമാനിക്കുക? ഡോക്ടർ അരുണിന് അറിയാമല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വസ്തുതകളെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ കൂടിക്കാഴ്ചയിൽ ഉണ്ടെങ്കിൽ നടപടി ഉണ്ടായിരിക്കും. അതിനകത്ത് ആർക്കും സംശയം വേണ്ട. ശ്രീ പ്രജി, അതായത് അൻവർ പറഞ്ഞതിനെ അവിടെ നിൽക്കട്ടെ. ഈ ഇടതുപക്ഷത്തിന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന CPIയുടെ നേതാവായ VS സുനിൽകുമാറിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അൻവർ പറഞ്ഞതും VS സുനിൽകുമാർ പറഞ്ഞതും പൂരം കലക്കിയത് പോലീസാണെന്നാണ്. പൂരം കലക്കിയതിന്റെ പിന്നിൽ ADGPക്ക് പങ്കുണ്ടെന്നാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ പങ്കുണ്ടെങ്കിൽ അത് വരട്ടെ, പുറത്തു വരട്ടെ, ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. തീർച്ചയായും നടപടി ഉണ്ടാകും. അതിനുവേണ്ടി കാത്തിരിക്കാമെന്നാണ്. സമയമാവട്ടെ, സമയമായില്ല പോലും. ഈ റിപ്പോർട്ട് ആരാണ് വിടുന്നത്? എന്റെ വിഷയം ഞാൻ തീർക്കുവാണ്. ഈ റിപ്പോർട്ട് എഴുതാൻ പോകുന്നത്, ഈ റിപ്പോർട്ട് എഴുതാൻ ഒറ്റക്കാരോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ ADGP അജിത് കുമാറിന് ഒപ്പിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണെന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് എങ്ങനെ വരുമെന്ന് അരുൺകുമാറിന് ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബളയെ കണ്ടതും സതീർത്ഥനായ ജയകുമാറിനെ കണ്ടതും നിയമപരമായോ ഭരണഘടനാപരമായോ സർവീസ് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലോ ഒരു തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ അത് രാഷ്ട്രീയമായി ശരിയല്ല എന്നതാണ് CPIയുടെ നിലപാട്, CPMന്റെ നിലപാട്. CPM സെക്രട്ടറിക്കും ഈ വിഷയത്തിൽ അതൃപ്തിയുണ്ട്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത് പോലെ ഒരു ഗൂഢാലോചന RSSന്റെ ജനറൽ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPക്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ADGP ഒരു ഡബിൾ ഏജന്റ് ആണോ? അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. നോക്കൂ, ഇവിടെ യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണത്തിന്റെ മെറിറ്റിൽ നിന്ന് ചർച്ചയെ വഴിതിരിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു വളരെ അസംബന്ധകരമായിട്ടുള്ള ചർച്ചയാണ് ADGP RSS കൂടിക്കാഴ്ച എന്ന വിഷയത്തിലേക്ക് നമ്മൾ പരിമിതപ്പെട്ടപ്പോൾ സംഭവിച്ചത്. ADGP RSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹൊസബലയെ കണ്ടത് 2023 ഓഗസ്റ്റ് മാസത്തിലാണ്, 2024 അതിനുശേഷം 10 മാസങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അട്ടിമറി നടത്താൻ വേണ്ടി 10 മാസം മുൻപേ ADGP ദത്താത്രേയ ഹൊസബലയെ കണ്ടു എന്നൊക്കെ പറയുന്നതിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? അപ്പോൾ ഇത് ടൈം ലൈൻ പോലും ശരിയായി വരുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന വിഷയം എന്താണ്? മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴിൽ ADGP ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് ഭരണപക്ഷത്തുള്ളൊരു MLA ആരോപിക്കുകയാണ്.
അവർ ചെയ്തു എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അതിൽ കൊലപാതകം ഉൾപ്പെടെ, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ, മാല പൊട്ടിക്കൽ ഉൾപ്പെടെ, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയൊക്കെയുള്ള വളരെ ഭീകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞു. ഇത് നടത്തിയത് ആരാണെന്നാണ് പറയുന്നത്? ADGP ലോ ആൻഡ് ഓർഡർ നടത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയെന്നാണ്. അങ്ങനെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ P ശശി എന്ന് പറയുന്ന ആളെയും ADGP അജിത് കുമാർ എന്ന് പറയുന്ന ആളെയും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അതിനെതിരെ ഒരു അന്വേഷണമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ വിഷയത്തിൽ നിന്ന് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പോയിട്ട് ചർച്ച എവിടെയാണ് നിൽക്കുന്നത്? RSSന്റെ ജനറൽ സെക്രട്ടറിയെ 2023 അജിത് കുമാർ കണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആ വിഷയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? RSSന്റെ പ്രചാരകന്മാർ നിരന്തരമായി യാത്ര ചെയ്യുന്നവരും നിരന്തരമായിട്ട് ആളുകളുമായിട്ട് സമ്പർക്കം നടത്തുന്നവരുമാണ്. RSSന്റെ 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ പേര് സമ്പർക്ക് വിഭാഗം എന്നാണ്. സമ്പർക്ക് പ്രമുഖ് എന്ന് പറയുന്ന ഒരു ഓഫീസ് പോലും ഉണ്ട്, ഒരു സ്ഥാപനം പോലും ഉണ്ട്. എന്തിനാണ്? ആളുകളെ കാണുകയും ഇടപെടുകയും സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള, സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന ആളുകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് RSSന്റെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ടാവും. സിവിൽ സർവീസിലുള്ള ധാരാളം ആളുകൾക്ക് RSSുമായിട്ട് ബന്ധമുണ്ട്. സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെ, സങ്കല്പ് പോലെയുള്ള സ്ഥാപനങ്ങൾ തന്നെ RSSന് കീഴിലുണ്ട്. ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പല സംഘടനകളും ഇതിന്റെ പരിവാറുകളാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും നിലയിലുള്ള ഒരാളെ എവിടെയെങ്കിലും വെച്ച് എനിക്കിന്ന് യഥാർത്ഥത്തിൽ BJPയോട് വിമർശനാത്മകമായ ഒരു ചോദ്യവും ചോദിക്കാനില്ല. കാരണം ഈ പ്രശ്നത്തിൽ RSS ക്യാമ്പിലേക്ക് വന്നു കണ്ട ADGPയെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ RSS ക്ഷണിച്ചു വരുത്തി എന്ന് നമ്മുടെ മുന്നിൽ തെളിവുകളില്ലാത്തടത്തോളം കാലം എനിക്ക് RSSന്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു സംശയം ബാക്കിയുള്ളത്, താങ്കൾ തന്നെ പറഞ്ഞ ഈ വിശേഷാൽ സമ്പർക്ക പ്രമുഖ് എന്ന് പറയുന്ന ഓഫീസ് നേരത്തെ മറു പാർട്ടികളിൽ ഉണ്ടായിരുന്നവരെ, സമൂഹത്തിന്റെ പൊതുമധ്യത്തിൽ പൊതുസമിതി ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ BJPയുമായിട്ട് അടുപ്പിക്കുകയോ BJP ക്യാമ്പുകളിൽ എത്തിക്കുകയോ ചെയ്തു എന്ന് ഞാൻ തന്നെ കരുതുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ജയകുമാറിന്റെ റോള് തന്നെ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ADGP ക്രമസമാധാനത്തിന്റെ ചുമതല നിർവഹിച്ച് ഇടത് സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഇടത് സർക്കാർ എതിർക്കുന്ന പ്രത്യയശാസ്ത്ര പദ്ധതിയുള്ള RSSന്റെ ജനറൽ സെക്രട്ടറിയെ കൂടി കണ്ടത് രാഷ്ട്രീയമായി ശരിയാണോ എന്നൊരു ചോദ്യമാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ഉള്ളത്. നോക്കൂ, അതിൽ ഈ പറഞ്ഞ പോലെ സർവീസ് റൂൾസ് പ്രകാരമോ കണ്ടക്ട് റൂൾസ് പ്രകാരമോ എനിക്കതിന് വിയോജിപ്പില്ല. സർവീസ് ചട്ടപ്രകാരം അങ്ങനെ കാണാം, സ്വകാര്യ സന്ദർശനം നടത്താം. പക്ഷേ രാഷ്ട്രീയമായി, പൊളിറ്റിക്കലായി എന്നതാണ്. സാങ്കേതികമായി പൂർണ്ണമായും ശരിയാണ് ADGPയുടെ നിലപാട്. പക്ഷേ രാഷ്ട്രീയമായി ശരിയാണോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കേണ്ടത് തങ്ങളുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSSന്റെ നേതൃത്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് തെറ്റാണ്, അത് തങ്ങൾക്കെതിരെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആരോപണത്തിന് സ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇടതുപക്ഷ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഈ തങ്ങളുടെ തോൽവിയുടെ ഉത്തരവാദിത്വം എന്തെങ്കിലും ഒരു സാങ്കല്പിക വിഷയത്തിന് മേലെ കെട്ടിവെക്കാനുള്ള CPIയുടെയും കോൺഗ്രസിൻ്റെ ഒരു ശ്രമമായിട്ടേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമെന്ന് പറഞ്ഞാൽ അവിടെ BJP നടത്തിയിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിനെ മൊത്തം, അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് തൃശ്ശൂർ പൂരം എന്നൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, CPIയുടെ MLA ആയിട്ടുള്ള ബാലചന്ദ്രനല്ലേ രാമനെ അപമാനിച്ചുകൊണ്ട് രാമായണത്തിലുള്ള കഥാപാത്രങ്ങളെ വളരെ ഹീനമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത്? അതല്ലേ അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയത്? അങ്ങനെയാണെങ്കിൽ CPIയുടെ MLAയുടെ ആ പോസ്റ്റും BJP അനുകൂല വോട്ടുകൾ അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. കോൺഗ്രസിന് ഇപ്പോൾ VD സതീശൻ ഈ ആരോപണം ഉന്നയിക്കുന്നത് വരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, 1275 ബൂത്തുകളിലും K മുരളീധരൻ 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ TN പ്രതാപൻ 4,15,000 വോട്ട് പിടിച്ചിട്ടുള്ള മണ്ഡലത്തിൽ 3,28,000 വോട്ടാണ് മുരളീധരന് കിട്ടിയത്. 87,000 വോട്ട് കുറഞ്ഞു, 10% വോട്ട് കുറവുണ്ടായി. CPIയുടെ വോട്ട് കൂടുകയാണ് ചെയ്തത്. വളരെ നോമിനൽ ആണെങ്കിലും 0.10% വോട്ട് കൂടുകയാണ് ചെയ്തത്. 17,000 വോട്ട് കൂടുകയാണ് ചെയ്തത്. വോട്ട് പോയത് ആരുടെയാണ്? കോൺഗ്രസിന്റെ വോട്ടാണ്. എൻമാസായിട്ട് എന്താണ് 2,93,000 വോട്ടുണ്ടായിരുന്ന സുരേഷ് ഗോപിക്ക് 4,12,000 വോട്ട് വന്നു. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആരോപണമാണ് ഇതിന് പിന്നിൽ നിലനിൽക്കുക? കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നേതാക്കന്മാർ വോട്ട് മറിച്ചു എന്നാണ് പറഞ്ഞത്. അവിടുത്തെ DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിനെതിരെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നത്. ശേഷം അദ്ദേഹത്തെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റേണ്ടി വന്നു. K മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ദേശീയ നേതാക്കന്മാരൊന്നും എന്റെ പ്രചരണത്തിന് വന്നില്ല, എന്നെ തോൽപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തിയെന്നാണ്. അദ്ദേഹം അച്ചടക്ക സമിതിക്ക് മുമ്പിൽ പറഞ്ഞത് 620 ബൂത്തുകളിലുള്ള ചുമതലപ്പെട്ട ആളുകളെ നീക്കം ചെയ്യണമെന്നാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു അട്ടിമറി
നടന്നു. TN പ്രതാപനും ജോസ് വള്ളൂരും ഉൾപ്പെടെ തന്റെ കാലുവാരി. ദേശീയ നേതാക്കന്മാരൊന്നും തന്നെ സഹായിച്ചില്ല. അങ്ങനെയാണ് തന്റെ പരാജയം ഉണ്ടായതെന്നാണ് കെ മുരളീധരൻ പോലെ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇങ്ങനൊരു സാധ്യത വന്നപ്പോൾ തൃശൂർ പൂരം അങ്കിത് അശോകൻ അലങ്കോലപ്പെടുത്തിയതാണ് സുരേഷ് ഗോപിയുടെ ജയത്തിൽ കലാശിച്ചതെന്ന് പറഞ്ഞാൽ ശരി, ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. RSSും BJPയും കൂടി ഗൂഢാലോചന നടത്തി പൂരം അലങ്കോലപ്പെടുത്തി. കോൺഗ്രസ്സുകാർ അവിടെ എന്ത് ചെയ്യായിരുന്നു? ഇവിടെ പൂരം ഞങ്ങളിനി നടത്തുന്നില്ല, പൂരം നിർത്തിവെക്കുകയാണെന്ന് പാറമേക്കാവും തിരുവമ്പാടിയും ഒരു നിലപാടെടുത്ത സമയത്ത് രാത്രി 2 മണിക്കാണ് സുരേഷ് ഗോപിയെ ഫോണിൽ വിളിക്കുന്നതും സുരേഷ് ഗോപി അവിടേക്ക് ചെന്നിട്ട് ഈ പറയുന്ന സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നിട്ട് അവിടെ ചർച്ച നടത്തുന്നു. ആ സമയത്ത് കെ മുരളീധരൻ ആ ചർച്ചയിൽ പോയിട്ട് പങ്കെടുക്കാൻ എന്തായിരുന്നു പ്രയാസം? അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണ്, തനിക്ക് ഈ സമയത്ത് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്തത്. ഈ പറയുന്ന വി എസ് സുനിൽകുമാറിന് ആ വിഷയത്തിൽ ഇടപെടായിരുന്നു. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഇടപെടാൻ എന്തെങ്കിലും വിലക്കുണ്ടായിരുന്നോ? ശരി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കൂടി പോകണം. ഒരു വാർത്ത ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്, ആ വാർത്തയിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. Debate with Arun Kumar.